എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു കൊറിയൻ ഡ്രാമയുടെ റിവ്യൂ ആണ് ചെയ്യുന്നത്. ഈ ഡ്രാമ ഏറെക്കുറെ എല്ലാവർക്കും അറിയാമെന്നുള്ളതായിരിക്കും. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഉള്ള ഒരു ഡ്രാമയാണ്. ഇവൻ പോലീസിൻ്റെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരുന്ന സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടാകുന്നു. ആ ആക്സിഡൻറ്റ് കാരണം അവന് നല്ല രീതിയിൽ ഇഞ്ചുറി പറ്റുന്നുണ്ട്. പക്ഷേ ഈ പോലീസ് ഓഫീസറിൻ്റെ മകൾക്ക് സീരിയസ് ആയിട്ടുള്ളൊരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ ലൈഫ് വളരെ ഡേഞ്ചറായിട്ട് ഒരു സിറ്റുവേഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ഇഞ്ചുറി പോലും കാര്യമാക്കാതെ അവൾക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവുന്നുണ്ട്. അവൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് എടുത്ത് മരുന്നുണ്ടാക്കിയിട്ട് അവളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അവൻ്റെ ദേഹത്ത് നല്ല രീതിയിൽ മുറിവും അവന് നല്ല ക്ഷീണവും ഒക്കെ ഉണ്ടെങ്കിലും അവൻ അതൊന്നും നോക്കാതെ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇവനൊരു ഡോക്ടറാണ്. അതോടൊപ്പം തന്നെ ഇവനൊരു സീരിയൽ കില്ലറും കൂടെയാണ്. മോശം പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരെ തട്ടിക്കൊണ്ടു പോവുകയും അവരെ ശരീരത്തിൽ നിന്നും ബ്ലഡ് എടുക്കുകയും ആ ബ്ലഡിൽ നിന്നും മരുന്നുണ്ടാക്കി അസുഖം കാരണം കഷ്ടപ്പെടുന്ന ആൾക്കാരെ ക്യൂർ ചെയ്യുന്ന ഒരു പ്രത്യേക ടൈപ്പ് ഒരു സീരിയൽ കില്ലറാണ്. ഈ ഡ്രാമ വളരെ ഇൻട്രസ്റ്റിങ്ങും അതുപോലെ യൂണിക്കും ആയിട്ടുള്ളൊരു ഡ്രാമയാണ്. ഈ ഹീറോയുടെ പല ഡ്രാമയും ഞാൻ കണ്ടിട്ടുണ്ട്. ട്വിങ്ക്ലിംഗ് വാട്ടർമെലൺ അങ്ങനെ പല ഡ്രാമാസും കണ്ടിട്ടുണ്ട്. ഇവൻ്റെ ഡ്രാമാസൊക്കെ എനിക്ക് കാണാനായിട്ട് ഒത്തിരി ഇഷ്ടമാണ്. എല്ലാം ഡ്രാമാസും വളരെ വെറൈറ്റിയും യൂണിക്കും ആയിരിക്കും. നല്ലൊരു സ്റ്റോറി ലൈൻ തിരഞ്ഞെടുക്കുന്ന ഒരു ആക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവൻ്റെ ആക്ടിങ് ആയാലും എല്ലാം വളരെ മികച്ചതാണ്. എല്ലാ റോളും പെർഫെക്റ്റായിട്ട് ചെയ്യും. സീരിയസ് ആയാലും കോമഡി ആയാലും എല്ലാം അവൻ വളരെ പെർഫെക്റ്റായിട്ട് അവൻ്റെ റോള് ചെയ്യാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കൊറിയൻ ആക്ടറാണ്. ഈ ഒരു ആക്ടറിൻ്റെ എല്ലാ ഡ്രാമാസും ഞാൻ മാക്സിമം കാണാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ അവൻ്റെ ശരീരത്തിൽ നിന്നും ബ്ലഡ് എടുത്ത് ആ കുഞ്ഞു കുട്ടിയെ അവൻ രക്ഷിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവൻ വളരെ ടയേർഡായിട്ട് തലകറങ്ങി വീഴുകയും ചെയ്യുകയാണ്. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ പോലീസ് ഓഫീസറും അവനെ ഒരുപാട് സഹായിക്കുന്ന ഒരാളാണ്. പോലീസുകളൊക്കെ ഇവനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് അവരിൽ നിന്ന് രക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ പോലീസ് ഓഫീസറാണ്. കാരണം അവൻ നന്മയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഈ പോലീസ് ഓഫീസറിന് അറിയാം. അതുകൊണ്ട് തന്നെ ഇവൻ എല്ലാ രീതിയിലും ആ പോലീസ് ഓഫീസർ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇവൻ ഫെയിൻ്റായി വീഴുന്ന സമയത്തും ആ പോലീസ് ഓഫീസർ തന്നെയാണ് അവനെ ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.